നമസ്കാരം. കഥകളി സംഗീതം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കഥകളിയുടെ പിന്നണിയിൽ പാടുന്ന പാട്ടുകളെയാണ് കഥകളി സംഗീതം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സോപാന സംഗീതത്തിൽ നിന്നും ഉടലെടുത്ത സംഗീത രൂപമാണ് കഥകളി സംഗീതം. കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത് ഇവയിലും ഇതേ സംഗീത രീതിയാണ് ഉള്ളത്. കഥകളി സംഗീതത്തിൽ രണ്ട് പാട്ടുകാരുണ്ടാവും പിന്നണിയിൽ. ഒരാളുടെ പേര്, രണ്ട് ഗായകരുണ്ടാവും. ഒരാളുടെ പേര് പൊന്നാനി, മറ്റേയാൾ ശിങ്കിടി. ചേങ്ങില കൊട്ടി കഥകളി പദങ്ങൾ സോപാന സംഗീത ശൈലിയിൽ പാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് ചേങ്ങില. പശ്ചാത്തലത്തിൽ മദ്ദളം, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കഥകളി സംഗീതത്തിൽ അവതരിപ്പിക്കുന്ന പദങ്ങൾ ആട്ടക്കഥാ സാഹിത്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കലാമണ്ഡലം നീലകണ്ഠൻ, കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം ഹരിദാസ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരായ കഥകളി സംഗീത വിദഗ്ധരെ നമുക്ക് പരിചയമുണ്ട്. കഥകളി സംഗീതം കുറച്ചുകൂടെ ശാസ്ത്രീയ സംഗീതാധിഷ്ഠിതമായിട്ടാണ് ആലപനം നടത്തുന്നത്. സോപാന സംഗീത രീതിയിൽ നിന്നും കുറച്ചുകൂടെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ രീതിയിലാണ് ഇപ്പോൾ കഥകളി സംഗീതം അവതരിപ്പിക്കാറുള്ളത്. കഥകളിക്ക് വേണ്ടി രചിക്കപ്പെട്ട കാവ്യമായ ആട്ടക്കഥയിലെ സംഭാഷണ ഭാഗങ്ങളായ പദങ്ങൾ പാട്ടുകാർ പിന്നിൽ നിന്ന് പാടുകയും നടന്മാർ അഭിനയത്തിലൂടെ കാവ്യത്തിൻ്റെ പ്രതിപാദ്യം അരങ്ങത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. അഭിനയത്തിനിടയിൽ നടന്മാർ ഭാവാവിഷ്കരണപരവും താളാത്മകമായ രംഗചലനങ്ങളും അംഗചലനങ്ങളും പ്രദർശിപ്പിക്കുന്നു. ഇങ്ങനെ അഭിനയത്തിലും അതടങ്ങുന്ന രംഗങ്ങളുടെ പരമ്പരയിലും കൂടി ഇതിവൃത്തം അരങ്ങത്ത് അവതരിപ്പിച്ച് രസാനുഭൂതി ഉളവാക്കുന്ന കലയാണ് കഥകളി. അത് നൃത്തം, നാട്യം, നൃത്യം, ഗീതം, വാദ്യം എന്നിങ്ങനെ 5 ഘടകങ്ങളുടെ സമ്മേളനമാണ് കഥകളി. ഇതുകൂടാതെ സാഹിത്യം ഒരു പ്രധാന വിഭവമാണെങ്കിലും ഇത് ഗീതത്തിന്റെ ഉപഭാഗമായിട്ടാണ് കരുതപ്പെടുന്നത്. മറ്റൊരു സംഗീത മേഖല വഞ്ചിപ്പാട്ടുകളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വഞ്ചി തുഴയുമ്പോൾ പാടുന്ന പാട്ടുകളായിരുന്നു വഞ്ചിപ്പാട്ടുകൾ. ഒരു കാലത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങൾ, ആധുനികമായ ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് വഞ്ചിയിലും വള്ളത്തിലും ആളുകൾ ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു കാലം തുഴക്കാരുടെ തുഴയെറിയുന്നതിനുള്ള അവരുടെ ആയാസം, അവരുടെ പ്രയാസം മറക്കാൻ, ഒരേ താളത്തിൽ തുഴയെറിയാനൊക്കെ വേണ്ടി തുഴയുന്ന സമയത്ത് അവർ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ എന്ന് പറയുന്നത്. ചടുലമായും സൗമ്യമായും പാടുന്ന വഞ്ചിപ്പാട്ടുകളുണ്ട്. പ്രത്യേക താളത്തിൽ, ഈണത്തിൽ, ശൈലിയിൽ ആലപിക്കുന്ന പാട്ടുകൾ വള്ളക്കാർക്ക്, തുഴയുന്നവർക്ക് ഉന്മേഷവും ഉണർവും നൽകുന്നു. സംഘം ചേർന്നിട്ടാണ് ആലാപനം. കേരളത്തിൻ്റെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന നാടോടിപ്പാട്ട് രീതിയാണ് വഞ്ചിപ്പാട്ട് അഥവാ വള്ളംകളിപ്പാട്ടിനുള്ളത്. ഇതിൻ്റെ വായ്ത്താരി വളരെ പ്രശസ്തമാണ്. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈതൈതോ എന്ന് പറയുന്ന ഈ വള്ളംകളിപ്പാട്ടിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ വായ്ത്താരി വളരെ പ്രശസ്തമായ ഒന്നാണ്. വളരെ ചടുലമാണ് ഇതിൻ്റെ ആലാപന രീതികൾ. ഇതിൽ വലിയ വിശദീകരണം ആവശ്യമില്ലാത്ത പ്രാർത്ഥനാ ഗാനങ്ങൾ, കുഞ്ഞു കവിതകൾ, ദേശഭക്തി ഗാനങ്ങൾ, ദേശീയഗാനം തുടങ്ങിയ ചില കാര്യങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് വലിയ വിശദീകരണം ആവശ്യമില്ലാത്തതായതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല ഭാരതീയ സംഗീതം എന്നതാണ്. ഭാരതീയ സംഗീതത്തിന് ഏകദേശം 3000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള സംഗീത പാരമ്പര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഇടയിൽ അവരുടെ ആചാരങ്ങളുടെയും ആരാധനയുടെയും വിനോദത്തിൻ്റെയും തൊഴിലിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായി പല രീതിയിലുള്ള സംഗീത രൂപങ്ങളും ശൈലികളും രൂപം പ്രാപിക്കുകയും വളരുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ സംഗീതം മുഖ്യമായും ശാസ്ത്രീയമായി അംഗീകരിച്ചിട്ടുള്ള 2 സമ്പ്രദായങ്ങളിലാണ് വികസിച്ചത്. അതൊന്ന് കർണാടക സംഗീതവും മറ്റൊന്ന് ഹിന്ദുസ്ഥാനി സംഗീതവും. 7 സ്വരങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ രാഗങ്ങളുമാണ് 2 സംഗീതത്തിലെയും കാതലായ ഭാഗം. രാഗം, താളം എന്നിവയിൽ സമാനതകളുണ്ടെങ്കിലും ആലാപന ശൈലി, പാട്ടുകളുടെ ഘടന ഇതൊക്കെ വ്യത്യസ്തമാണ്. അത് രണ്ടും 2 സരണികളായിട്ടാണ് നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ട സംഗീത രൂപങ്ങളിൽ ഒന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഈ ഭാരതീയ സംഗീതം, നമ്മൾ നേരത്തെ പറഞ്ഞ ഭാരതീയ സംഗീതം ഏകദേശം 12-ാം നൂറ്റാണ്ട് വരെ ഹിന്ദുസ്ഥാനി, കർണാട്ടിക് എന്ന് പറയുന്ന വേർതിരിവൊന്നുമില്ലാതെ പൊതുവായ ഒരു ഗാനരൂപമായി ഒഴുകുകയായിരുന്നു. എന്നാൽ അതിനുശേഷം പേർഷ്യക്കാരുടെ കടന്നുവരവോടുകൂടി പേർഷ്യൻ സംഗീതവും നമ്മുടെ ഭാരതീയ സംഗീതവും തമ്മിൽ ചേർന്നിട്ട് വടക്കേ ഇന്ത്യയിൽ ഒരു സങ്കര സംഗീതം രൂപപ്പെട്ടു. കാലക്രമത്തിൽ ആ സമ്പ്രദായത്തിന് തനതായ വ്യക്തിത്വം കൈവരിക്കുകയും അത് ഹിന്ദുസ്ഥാനി സംഗീതം എന്നറിയപ്പെടാൻ തുടങ്ങി. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവിയും ഗായകനുമായിരുന്ന അമീർ ഖുസ്രോ ഖ്യാൽ എന്ന് പറഞ്ഞ തൻ്റെ മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകി. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അടിത്തറ പാകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് അമീർ ഖുസ്രോ ആണ്.
അമീർ ഖുസ്രോ ഖയാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു സംഗീത രൂപത്തിലൂടെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറപ്പാകിയത്. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലം ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. ലോകം ആരാധിക്കുന്ന മിയാൻ താൻസേൻ എന്ന് പറഞ്ഞാൽ പാട്ടുപാടി മഴ പെയ്യ്ക്കുകയും പാട്ടുപാടി തിരിതെളിക്കുകയും ചെയ്ത ലോകത്തിലെ അത്ഭുതരൂപിയായ സംഗീതജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്ന മിയാൻ താൻസൻ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ സംഗീതരത്നങ്ങളിൽ ഒരാളായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്തരേന്ത്യൻ സംഗീതം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട 10 ധാട്ടുകളും അവയുടെ ജന്യരാഗങ്ങളുമാണ് ഈ സമ്പ്രദായത്തിലുള്ളത്. ബിലാവലാണ് അടിസ്ഥാന മേളം. ഹിന്ദുസ്ഥാൻ സംഗീതത്തിന് ഒരു ചിട്ടയുണ്ടാക്കിയത് പണ്ഡിറ്റ് വിഷ്ണു നാരായണൻ ഭാട്ഗാണ്ഡെ എന്ന സംഗീതജ്ഞനാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പഴയ രൂപമാണ് ധ്രുപദ്. ക്ഷേത്ര സംഗീതത്തിന്റെ സ്വഭാവത്തിലാണ് ധ്രുപദിന്റെ ആലാപന രീതി. 13ാം നൂറ്റാണ്ടിലാണ് ധ്രുപദ് രൂപപ്പെട്ടത്. ഗ്വാളിയാറിലെ രാജാവായ മാൻസിംഗ് തോമറിന്റെ രാജസദസ്സിലെ സംഗീതജ്ഞന്മാരാണ് ധ്രുപദ് രൂപപ്പെടുത്തിയതെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ് ധ്രുപദിൽ കൂടുതലും. ധ്രുവ നക്ഷത്രം പോലെ ഇളക്കമില്ലാത്തത്, നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പദം എന്നൊക്കെയാണ് ധ്രുപദിന്റെ അർത്ഥം. ധ്രുപദ്, ഖ്യാൽ, ദ്രുമി, ദപ്പ, ചതുരംഗ്, രാദ്ര, തരാന എന്നിവയാണ് മുഖ്യമായ സംഗീത രൂപങ്ങൾ. രുദ്രവീണ, സിത്താറ്, സരോദ്, ബാംസുരി, ഷെഹനായി, സാരംഗി, സന്തൂർ, ഹാർമോണിയം, തബല തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട വാദ്യങ്ങൾ. തീൻതാൾ, തിൽവാഡ, ജത്താൾ, ഡപ്പാതാൾ, പഞ്ചാബി താൾ തുടങ്ങി കുറേയേറെ പ്രധാനപ്പെട്ട താളങ്ങളുണ്ട്. താൻസൻ, പണ്ഡിറ്റ് ജസ്രാജ്, ഭീംസൻ ജോഷി, ഉസ്താദ് അമീർ ഖാൻ, മാൻസിംഗ് തോമർ, ഗോപാൽ നായക്, ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയവർ ഈ രംഗത്തെ പ്രതിഭകളാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഇതിങ്ങനെ പറഞ്ഞു പോവുകയല്ലാതെ ഒരുപക്ഷെ മണിക്കൂറുകൾ എടുത്താൽ മാത്രം വിശദീകരിച്ചു തരാൻ പറ്റുന്ന ഒന്നാണിത് എന്ന് ഓർമ്മിക്കുക. കർണാടക സംഗീതം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകം, കേരളം എന്നിവിടങ്ങളിൽ ഏകദേശം 600 വർഷങ്ങളായി പ്രചാരത്തിലുള്ള ഒരു ശാസ്ത്രീയ സംഗീത രീതിയാണ് കർണാടക സംഗീതം. കർണാടക സംഗീതത്തിന്റെ നവോത്ഥാന ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ പുരന്ദരദാസറാണ്. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികൾ എന്നിവരാണ്. ഇവർ ജീവിച്ചിരുന്ന 18ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം, 19ാം നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥം ഇവയാണ്. കർണാടക സംഗീതത്തിലെ സുവർണ്ണ കാലഘട്ടം എന്നാണ് ഈ കാലഘട്ടത്തെ അറിയപ്പെടുന്നത്. കേരളത്തിലെ കർണാടക സംഗീതത്തിന്റെ സുവർണ്ണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലമാണ്. അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിൽ വളരെ താല്പര്യമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ടെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. ശ്രീ ചിത്ര തിരുനാൾ വിവിധ ഭാഷകളിലായി ഉത്കൃഷ്ടങ്ങളായ അനേകം ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത ഭാഷകൾ രചിക്കുകയും നാട്ടിലും മറുനാട്ടിലുമുള്ള നിരവധി സംഗീതജ്ഞരെ തൻ്റെ രാജസദസ്സിൽ മതിയായ ആദരവ് നൽകുകയും ചെയ്തു. ഇരയിമ്മൻ തമ്പി, കുട്ടിക്കുഞ്ഞ് തങ്കച്ചി, ഷഡ്കാല ഗോവിന്ദമാരാർ, പാലക്കാട് പരമേശ്വര ഭാഗവതർ തുടങ്ങിയവർ കർണാടക സംഗീതത്തിലെ മലയാളക്കരയിലെ നിറസാന്നിധ്യങ്ങളായിരുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ, വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ, ബി ശശികുമാർ, നെയ്യാറ്റിൻകര വാസുദേവൻ, യേശുദാസ്, കുമാരകേരളവർമ്മ, മാവേലിക്കര പ്രഭാവർമ്മ തുടങ്ങിയവരൊക്കെ ഈ രംഗത്തുള്ള അതുല്യ പ്രതിഭകളാണ്. കർണാടക സംഗീതത്തെ ഇത്രയും നിസ്സാരമായി പറഞ്ഞു പോകാൻ പറ്റുന്ന ഒന്നല്ല. എന്നാലും നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളാണ് കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പാഠഭാഗങ്ങൾ വിശദമായി പറഞ്ഞു എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഭാഗം കൂടുതൽ വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ, വീണ്ടും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി നിങ്ങൾക്കത് അറിയിക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ നൽകുന്നു. വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകളായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. കൂടുതൽ വിശദമായി പറയേണ്ട കാര്യങ്ങൾ വിശദമായി പറയാൻ തയ്യാറാണ്. നന്ദി.